എന്റെ ഭാര്യന്റെ വല്യപ്പാന്റെ ആണ്ടാണ് നാളെ. അപ്പൊ ആ അതിൽ നമ്മക്ക് പങ്കെടുക്കാനോ അവിടെ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാനോ പറ്റുമോ? ചോദ്യം വ്യക്തമാണ്. ഒരിക്കലും പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഷിർക്കിയായ ആഘോഷത്തിൻ്റെ അല്ലെങ്കിൽ എന്താണ് പറയുക, ഇസ്ലാമിൽ അടിസ്ഥാനമില്ലാത്ത ഒരു കാര്യമാണ്. മരണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 മക്കളിൽ 6 പേര് മരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ 7 മക്കളിൽ 6 പേര് നബി ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മരിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് മരിച്ചിട്ടുള്ളത്. അതിനുശേഷവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 വർഷത്തിൽ കൂടുതൽ ജീവിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. എന്നിട്ടും അവരുടെ മരണത്തിൻ്റെ വർഷം തികയുന്ന ദിവസം ഒരു പ്രത്യേകമായി പരിപാടി സംഘടിപ്പിക്കുകയും അതിൽ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഭക്ഷണം പാകം ചെയ്ത് എല്ലാവർക്കും വിതരണം ചെയ്യുകയും ചെയ്യുന്ന രീതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് സ്വീകരിച്ചിട്ടില്ല. മാത്രമല്ല ഒരു പ്രത്യേക സമയം, അതിൽ ഓരോ വർഷത്തിലും ഒരു ദിവസം അതിങ്ങനെ ആവർത്തിച്ച് വരികയും ആ ആവർത്തിച്ച് വരുന്ന ദിവസത്തിൽ പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുന്നതിന് ഇസ്ലാം ഈദ് എന്ന് പറയുന്ന അതല്ലെങ്കിൽ പെരുന്നാൾ എന്ന് പറയുന്ന ഗണത്തിലേക്കാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കാണെങ്കിൽ പ്രധാനമായും 2 പെരുന്നാളുകളേ ഉള്ളൂ. ഒന്ന് വലിയ പെരുന്നാൾ, 2 ചെറിയ പെരുന്നാൾ. ഇനി മൂന്നാമത്തെ പെരുന്നാൾ എന്ന് പറഞ്ഞ് പണ്ഡിതന്മാർ പറഞ്ഞത് വെള്ളിയാഴ്ച, അത് ഒരു പെരുന്നാളായിക്കൊണ്ട് തന്നെ കാണുന്നു. ഇതൊഴിച്ചാൽ ഈ രൂപത്തിൽ ആവർത്തിച്ച് വരുന്ന ദിവസങ്ങൾ അതിന് പ്രത്യേകമായി കൊണ്ട് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് അത് ബിദ്അത്താണ്. ഒരിക്കലും തന്നെ ഇസ്ലാമികമായിട്ട് അതിന് യാതൊരു പിൻബലവും ഇല്ല. ഇതിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ ആണ്ടും അതുപോലെ തന്നെ ബർത്ത്ഡേ പാർട്ടികൾ അതുപോലെ തന്നെ വെഡ്ഡിങ് ആനിവേഴ്സറികളൊക്കെ വരുന്നത്. ഇപ്പോൾ ഈ ഒരു വെഡ്ഡിങ് ആനിവേഴ്സറിയിലും ബർത്ത്ഡേയിലും ഒരു പ്രത്യേക പുണ്യം പ്രതീക്ഷിക്കുന്നില്ല എങ്കിൽ പോലും അത് ഈ പറഞ്ഞ ഗണത്തിലേക്ക് വരുന്നു. എന്നാൽ ഇവിടെ ഈ മരിച്ച വ്യക്തിക്ക് പ്രത്യേകമായിക്കൊണ്ടൊരു പുണ്യം കിട്ടണമെന്നും അതിനുവേണ്ടി പ്രത്യേകമായിക്കൊണ്ട് പ്രാർത്ഥിക്കുവാനും ഭക്ഷണം വിതരണം ചെയ്യുവാനും ഒക്കെ ഈ ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നു എന്നത് അത് അടിസ്ഥാനപരമായിക്കൊണ്ട് നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമാണ്. രണ്ടാമത്തത്, ഒരു മരിച്ച വ്യക്തിക്ക് വേണ്ടി നമുക്ക് എപ്പോഴും പ്രാർത്ഥിക്കാം. അദ്ദേഹത്തിന് പ്രതിഫലം ലഭിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മക്കൾ അദ്ദേഹത്തിന് വേണ്ടി ദാനധർമ്മങ്ങൾ ചെയ്യുന്നതും ഭക്ഷണം വിതരണം ചെയ്യുന്നതൊക്കെ ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. അതിനുവേണ്ടി ഒരു പ്രത്യേക ദിവസം തിരഞ്ഞെടുത്ത് ആ ദിവസം ഇതിങ്ങനെ ആവർത്തിച്ച് നിർവഹിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. അതിൽ പങ്കെടുക്കാൻ പാടുള്ളതല്ല. അത്തരം പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് വേണ്ടത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അല്ലാഹു അലം. ജസാക്കല്ലാഹു ഖൈർ. ഉത്തരം വ്യക്തമാണല്ലോ അല്ലേ? അതെ, ഉത്തരം വ്യക്തമാണ്. പിന്നെ അവര് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാല് ഞാനിങ്ങനെ ഒരു ആദർശത്തിലാവുകൊണ്ട് പിന്നെ ആ പരിപാടി മൂല്യമായിട്ട് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് 2 മണിക്ക് ഭക്ഷണം കഴിക്കാൻ മാത്രം വന്നാൽ മതി എന്ന് പറഞ്ഞത്. അപ്പൊ അതിനും പോകാതിരിക്കും നല്ലത്. ഏറ്റവും ഖൈർ അതാണ്. കാരണം എന്താ വെച്ചാൽ ഇതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയില്ലാത്തൊരു കാര്യം ദീനിൻ്റെ പേരിലാണ് നിർവഹിക്കുന്നത്. അതുകൊണ്ട് അത് ബിദ്അത്ത് തന്നെയാണ്. ദീനിൻ്റെ പേരിലാണ് നിർവഹിക്കുന്നത്. ശരീഅത്ത് ഉണ്ടാക്കുവാൻ, മതനിയമം ഉണ്ടാക്കുവാനും മതത്തിലൊരു പ്രവർത്തനം കൂട്ടിച്ചേർക്കുവാനും നമുക്ക് ആർക്കും തന്നെ അധികാരമില്ല. അത് ഉണ്ട് എന്ന് വിശ്വാസം ഉണ്ടാകുമ്പോൾ അതാണ് നേരത്തെ പറഞ്ഞത് ഒരു ശിർക്കിയായ പ്രവർത്തനം കൂടിയായി മാറുന്നത്. കാരണം അള്ളാഹു പഠിപ്പിക്കാത്തൊരു കാര്യം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തു കാണിച്ചു തരാത്തൊരു കാര്യം, നബിയുടെ സ്വഹാബത്ത് ചെയ്ത് കാണിച്ചു തരാത്തൊരു കാര്യം, അത് നല്ലതാണ് എന്നൊരു വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ അവിടെയാണ് ഇമാം മാലിക് റഹിമഹുള്ളയുടെ വാക്ക് വളരെ സുപ്രസിദ്ധമായി നമുക്കെല്ലാവർക്കും അറിയുന്നത്. അതായത് മനി ബിത്തദഅ ഫിൽ ഇസ്ലാമി ബിദ്അ വയറാഹ ഹസന വഖദ് സഅമ അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാന ഫിർ റിസാല. ആരെങ്കിലും ഒരു ബിദ്അത്ത് ഉണ്ടാക്കി എന്നിട്ട് അത് നല്ലതാണെന്ന് വിചാരിക്കുന്നു, അങ്ങനെ വിചാരിക്കുകയും ചെയ്യുമ്പോൾ അവൻ യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ പ്രബോധനത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ്. കാരണം നബി പഠിപ്പിക്കാത്തതിൽ ഒരു ഖൈറുമില്ല. നബി ഖൈറായത് മുഴുവൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഷർറ് ആയതാണ് പിന്നീട് നബി പഠിപ്പിക്കാത്തതായിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ദീനിലേക്ക് പുതുതായി നമ്മൾ എന്ത് കൊണ്ടുവരേണ്ടത് പിന്നീട് ഷർറാണ്. അതുകൊണ്ട് കുല്ലു ബിദ്അത്തിൻ ദലാല എന്ന് പറഞ്ഞു, വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. അതുപോലെ തന്നെ നമ്മുടെ കൽപ്പനയില്ലാത്തൊരു കാര്യം ദീനിൽ വന്നു കഴിഞ്ഞാൽ ഫഹുവ റദ്ദുൻ, അത് ഉപേക്ഷിക്കേണ്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കൊണ്ട് തന്നെ ഈ പരിപാടികളിലേക്ക് ഒരു നിലക്കും നമ്മൾ സഹകരിക്കേണ്ടതില്ല. മുസ്ലിയാക്കന്മാർ വന്നില്ലേ എന്നുള്ളതും അതൊന്നും ഇതിലൊരു പ്രശ്നമല്ല. ഞാൻ മുസ്ലിയാക്കന്മാർ തന്നെ വരുന്നില്ല എന്ന് വിചാരിക്കുക. വീട്ടിൽ ആ ദിവസം ഉണ്ടാക്കുന്ന ഒരു പ്രത്യേകമായ ഒരു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി നമ്മൾ എല്ലാ കൊല്ലവും ഒരുമിച്ച് കൂടുകയാണ് എങ്കിൽ പോലും അത് ശരിയല്ല. അവിടെ മൗലൂദ് ഓതണില്ലെങ്കിലും വേണ്ടില്ല, റാത്തീബ് ഓതണില്ലെങ്കിലും വേണ്ടില്ല, ഒന്നുമില്ല. എല്ലാ കൊല്ലം ഇങ്ങനെ ഒരു ദിവസത്തിന് വേണ്ടി തിരഞ്ഞെടുക്കുന്നു എങ്കിൽ അത് ശരിയല്ല. അതിൽ നിന്ന് തന്നെ നമ്മൾ വിട്ടു നിൽക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. അല്ലാഹു അലം.